അപ്പോൾ പാർട്ട് 1 നമ്മൾ ബസ്സിൽ കയറി സ്പോട്ടിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൈസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്ന വഴിക്ക് എവിടെയോ ആണെന്ന് അറിഞ്ഞ് അത് കാണാൻ എണീറ്റ് അപ്പോഴേക്കും വിതുരെത്തി. പിന്നെ ഒരു 5 മിനിറ്റ് കൂടി ഒരു 11 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ജേഴ്സി ഫാമിന്റെ മുന്നിൽ ഇറങ്ങി. അവിടുന്ന് 2.5 കിലോമീറ്റർ അടുപ്പിച്ച് നടക്കണം വഴുവന്തോൾ ട്രക്കിംഗ് സ്പോട്ടിന്റെ എൻട്രി പോയിന്റിൽ എത്താൻ. അങ്ങനെ വഴുവന്തോൾ വാട്ടർഫോൾസിന്റെ എൻട്രി പോയിന്റിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. കാടിനുള്ളിൽ ഒരു ടാറിട്ട റോഡ്, കുറച്ച് വീട്, അതായിരുന്നു സൈറ്റ് വ്യൂ. അങ്ങനെ പകുതി വഴിയായപ്പോൾ കാണിത്തടം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി. നേരെ നോക്കിയാൽ ഒരു കല്ലിന്റെ മേലെ വഴുവന്തോൾ വാട്ടർഫോൾസ് എന്ന് എഴുതിയത് കാണാം. കൂടെ ആനന്റെയും പുലിന്റെയും പാമ്പിന്റെയും സ്റ്റാച്ചു. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ആയിട്ട് ഒരു പച്ച വീട്ടിലാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റിന്റെ കൂടെ അവർ പേപ്പാറ വന്യജീവി സങ്കേതത്തിന്റെ ഒരു ഇൻഫർമേഷൻ ബുക്ക്ലെറ്റും തരും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇവിടെ എൻട്രി ടൈം ഓപ്പൺ ആയിരിക്കുള്ളൂ. മാത്രമല്ല നല്ല മഴയുള്ള സമയത്ത് ഈ വെള്ളച്ചാട്ടം അടച്ചിട്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ടൈമും ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്തിരിക്കുക. വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വഴുവന്തോൾ വാട്ടർഫോൾസിന്റെ എൻട്രി പോയിന്റിൽ എത്തി. ഇവിടെ പേ പാർക്കിംഗ് സർവീസസും അതേപോലെ തന്നെ വാഷ്റൂം ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇനിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വ്യൂവും കാര്യങ്ങളും വരുന്നത്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മേലേക്ക് ട്രെക്ക് ചെയ്താലാണ് വഴുവന്തോൾ വാട്ടർഫോൾസ് കാണാൻ പറ്റുക. നമ്മൾ പോകുന്ന വഴിക്ക് സൈഡിലൂടെ വെള്ളച്ചാട്ടത്തിലെ വെള്ളം കല്ലിൽ തട്ടി കുതിച്ചു പാഞ്ഞ് തെളിനീരരുവിയായി കാഹളം മുഴക്കി ഒഴുകുന്നതും നമുക്ക് കാണാൻ പറ്റും. എൻട്രി പോയിന്റിന്റെ കവാടത്തിനടുത്ത് ഈ അരുവിക്ക് കുറുകെ ഒരു ചെറിയ പാലൊക്കെ ഉണ്ട്. കവാടത്തിനകത്തേക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആ വെള്ളത്തിലിറങ്ങി കാലൊക്കെ നനയ്ക്കാൻ നമുക്ക് പറ്റും. നല്ല തണുപ്പുള്ള തെളിഞ്ഞ വെള്ളമാണ്. മേലേക്ക് പോകുന്നതോറും ആ വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങാൻ നമുക്ക് പറ്റില്ല. എൻട്രി പോയിന്റിൽ തന്നെ 10 പേർക്ക് ഒരുമിച്ച് ഒരു ഗൈഡ് ചേട്ടനെ കിട്ടും. പക്ഷേ ഞങ്ങൾ 4 പേരായതുകൊണ്ട് ഞങ്ങൾക്ക് ഗൈഡ് ചേട്ടനെ ആരും തന്നില്ല. അങ്ങനെ ഒരു പോക്ക് പോയപ്പോൾ സംഭവിച്ചതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ അറിയാൻ സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 3.